ദൈവനാമം മഹത്വപ്പെടട്ടെ. 666 എന്ന മുദ്ര, ഇതാണ് സന്ദേശം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വചനം മുതൽ. മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്ര. അതിൻ്റെ സംഖ്യ 666. ഇവിടെ മൃഗം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എതിർ ക്രിസ്തുവിനെ ആകുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഭരണം നടത്തുന്ന ഭരണാധിപൻ. അടയാളം പ്രവർത്തിക്കാൻ ബലം കിട്ടിയത് കള്ളപ്രവാചകനാകുന്നു. ഇവർക്ക് ബലവും അധികാരവും ശക്തിയും നൽകുന്നത് സാത്താനാകുന്നു. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് സഭയാകുന്ന മണവാട്ടിയെ ചേർക്കും. തള്ളപ്പെട്ടുപോയ വിശ്വാസികളും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും ഭൂമിയിൽ ഉണ്ടാകും. അന്ന് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഭൂമിയിലുണ്ട്. 7 വർഷമുള്ള ഭരണത്തിൽ ദൈവജനം അകപ്പെടാതിരിപ്പാൻ മുൻപ് കൂട്ടി ഇവ അറിയിക്കുന്നു. ഈ ജീവിതത്തിന് ശേഷം മരണമില്ലാത്തൊരു ജീവിതം ഉണ്ട്. നാം ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വചനത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഭൂമിയിലെ സംഭവങ്ങൾ കാണുമ്പോൾ വചനം നിവൃത്തിയാകുന്നു എന്ന് അറിയുന്നു. സെഫന്യാവ് 2-ാം അധ്യായം 4-ാം വചനത്തിൽ ഗാസ നിർജ്ജനമാകും. ഗാസയിലെ സംഭവങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുവല്ലോ. ദൈവവചനത്തിന് മാറ്റമില്ല. നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ലോകത്തിന് അനുരൂപമാകരുത്. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-ാം വചനം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഈ മൃഗങ്ങളെ കാണാം. സാമ്രാജ്യത്തിലെ ഭരണാധികാരികളെ സൂചിപ്പിക്കുന്നു. ഈ ഭരണാധികാരികളുടെ ശക്തിയും അധികാരവും ഉള്ളതായ ഒരു ഭരണാധിപനാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തുവിന് മരണകരമായ മുറിവ് വാളാൽ ഏറ്റിരുന്നു. അവൻ്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അതായത് കൈ പൂർണ്ണമായി ശോഷിക്കുകയും തളരുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യും. മരണകരമായ മുറിവിൽ നിന്നും രക്ഷപ്പെട്ട എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടാക്കി നമസ്കരിപ്പാൻ നിയമം ഉണ്ടാക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ 666 എന്ന മുദ്രയുള്ളവർക്കല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധ്യമല്ല.
ഈ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് ഭയങ്കരമായ കഷ്ടതകളുണ്ടാകും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 9-ാം വചനത്തിൽ എതിർക്രിസ്തുവിനെയും പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. എതിർക്രിസ്തുവിനെയും പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാം വചനത്തിൽ എതിർക്രിസ്തുവിൻ്റെ മുദ്ര ഉള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 9-ാം വചനത്തിൽ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാനുള്ള അധികാരം സൂര്യന് ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 11-ാം വചനം കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. മുദ്ര ഏൽക്കാത്തവരെ കൊല്ലും, അവർ രക്തസാക്ഷികളാകും. അതാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വചനം മുതൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചു. പാപികളായ നാം കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വചനത്തിൽ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വചനത്തിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. കടും ചുവപ്പായ പാപം യേശുവിൻ്റെ രക്തം വെണ്മയാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനു മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ദൈവജനം അപകടത്തിൽ അകപ്പെടാതിരിക്കാനും ലോകസ്ഥാപനം മുതൽ നമുക്കായി ഒരുക്കിയ യെരുശലേം എന്ന ആ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കുവാനും സാധിക്കണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ദൈവം പ്രസാദിക്കുന്നത് ആളിൻ്റെ എണ്ണത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിലത്രേ. മാനസാന്തരപ്പെടുക, വന്ന തെറ്റുകളെ, മനോഭാവങ്ങളെ, ജീവിത രീതികളെ തിരുത്തുക, ഇതിനെ മാനസാന്തരം എന്ന് പറയുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും അത് ആരു തന്നെ ആയിരുന്നാലും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. എതിർക്രിസ്തുവിൻ്റെ നിയമം അനുസരിക്കുന്നവർക്ക് കഷ്ടതയുള്ള ജീവിതം, നിയമം അനുസരിക്കാത്തവർ കൊല്ലപ്പെടും. അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ ഇരിക്കുന്നു.
തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.